മഹാൻ ആരാണ്? ശ്രീമദ് ഭാഗവതം പറയുന്നത് വൈഷ്ണവാനാം യഥാശംഭു എന്നാണ്. അതായത് വൈഷ്ണവരിൽ ഏറ്റവും മഹാൻ മഹാദേവൻ തന്നെയാണ്. മഹാദേവൻ സാധാരണ ഒരു ദേവനല്ല. അദ്ദേഹം പരമദിവ്യതം പുരുഷനായ ഭഗവാനല്ല, എന്നാൽ ഒരു സാധാരണ ജീവാത്മാവുമല്ല. പാലിൽ നിന്ന് തൈരുണ്ടാകുന്നത് പോലെ മഹാവിഷ്ണുവിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു പ്രത്യേക തത്വമാണ് മഹാദേവൻ. എന്നാൽ അദ്ദേഹം മഹാവിഷ്ണുവിനോട് ഏറ്റവും അടുത്തവനും അതേസമയം വ്യത്യസ്തനുമാണ്. മഹാദേവൻ തമോ ഗുണത്തിന്റെ അധിപനാണ്. സൃഷ്ടിയുടെ അവസാനം ലോകങ്ങളെ സംഹരിക്കുന്ന രുദ്രസ്വരൂപം. എന്നാൽ ഈ സംഹാരം പോലും അദ്ദേഹത്തിന്റെ ഭക്തിയുത സേവനമാണ്. മഹാദേവനെ അശുതോഷൻ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിനെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താൻ സാധിക്കും. എന്നാൽ മഹാദേവന്റെ കൃപയ്ക്ക് 2 രൂപങ്ങളുണ്ട്. ഭക്തന്മാർക്ക് അദ്ദേഹം നൽകുന്നത് സകപട കൃപയാണ്. അതായത് ആ അനുഗ്രഹം അവരെ തന്നെ നശിപ്പിക്കുന്നു. വൈഷ്ണവർക്ക് നൽകുന്നതാകട്ടെ നിഷ്കപട കൃപയാണ്. അതായത് ആ അനുഗ്രഹം അവരെ ശുദ്ധമായ കൃഷ്ണഭക്തിയിലേക്ക് നയിക്കുന്നു. സമുദ്രമഥനത്തിൽ മാരകമായ വിഷം പുറത്തു വന്നപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല. ലോകത്തെ രക്ഷിക്കാനായി മഹാദേവൻ അത് പാനം ചെയ്യുന്നു. അതിനാലാണ് അദ്ദേഹത്തെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം കണ്ഠത്തിൽ ധരിച്ച മഹാഭക്തൻ. മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗ മഹാദേവന്റെ ശിരസിന് അലങ്കാരമായത് അദ്ദേഹത്തിന്റെ പൂർണ്ണ സമർപ്പണത്തിന്റെ ചിഹ്നമാണ്. കൃഷ്ണപ്രേമത്തിൽ മതിമറന്ന മഹാദേവൻ എപ്പോഴും ജപിക്കുന്നത് താൻ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ദാസനാണ് എന്ന് തന്നെയാണ്. വ്രജമണ്ഡലത്തിലേക്കുള്ള പ്രവേശനം പോലും മഹാദേവന്റെ അനുമതിയോടെയാണ്. ഗോപീഭാവം ലഭിക്കാനായിട്ട് ഭക്തർ പ്രാർത്ഥിക്കുന്നത് ആ ഗോപീശ്വര മഹാദേവനോട് തന്നെയാണ്. അതുകൊണ്ട് മഹാദേവൻ എവിടെയുണ്ടോ അവിടെ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനുള്ളിടത്തെല്ലാം മഹാദേവനും ഉണ്ടായിരിക്കും. വൈഷ്ണവരിൽ അഗ്രഗണ്യനാണ് മഹാദേവൻ. ഭക്തിയിൽ ഭഗവാനെയും ഭഗവാനിൽ ഭക്തനെയും കാണിച്ച മഹാത്മാവ്. ഹരേ കൃഷ്ണ.